വിശുദ്ധിയുടെ വെളിച്ചമാവണം ഓരോ കുടുംബവുമെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച് കടന്നുപോയ വലിയ ഇടയന് ഫ്രാൻസിസ് പാപ്പായ്ക്ക് പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് AC എന്നും BC എന്നും ആഫ്റ്റർ കൊറോണയെന്നും ബിഫോർ കൊറോണയെന്നും ചരിത്രം തിരുത്തിയ കൊറോണ കാലത്തിനിപ്പുറം 7 വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ ഇടവകയിലെ ആദ്യ കുടുംബ സംഗമത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വേദിയിലേക്ക് ക്ഷണിക്കുന്നു സ്നേഹാദരണീയനായ നമ്മുടെ വികാരിയച്ഛൻ റവറൻഡ് ഫാദർ ജോസ് പാറപ്പുറം, ഫാദർ എബി മനത്താനത്ത്, ശ്രീ ജോസ് അലക്സ്, ഹോളി ഫാമിലി യൂണിറ്റ് പ്രസിഡന്റ് ആൻഡ് ഫാമിലി യൂണിയൻ വൈസ് ചെയർമാൻ, ശ്രീ ജെയ്സ് ജോൺ, ജനറൽ സെക്രട്ടറി ഓഫ് സെൻട്രൽ കമ്മിറ്റി, ശ്രീ ബേബി ജോസഫ്, ഹോളി ഫാമിലി യൂണിറ്റ് സെക്രട്ടറി, റവറൻഡ് സിസ്റ്റർ സിസിലിയ, മദർ സുപ്പീരിയർ, ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കൂടാതെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും വന്നിരിക്കുന്ന പ്രതിനിധികൾ, കൈക്കാരന്മാർ, മറ്റ് ഔദ്യോഗിക സ്ഥാനം അലങ്കരിക്കുന്നവർ, എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹോഷ്മളവുമായ സ്വാഗതം. കുടുംബം മനോഹരമായ ഒരു ഗാനമാണ്. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടുന്ന സംഗീതം പോലെ ശ്രീ മേരി വിജയത്തിൻ്റെ സംഗീതത്തോട് ചേർന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഒരു കൊച്ചു പൂവിൻ്റെ കവിളത്തു നീ നിന്റെ കരവിരുതെന്നും നടത്തി, വെളിപാടു ഞങ്ങൾക്കു നൽകുന്ന ദൈവമേ, അടിയങ്ങൾ നിന്നെ വണങ്ങിടുന്നു, അടിയങ്ങൾ നിന്നെ വണങ്ങിടുന്നു. ഇരുളാൽ വെളിച്ചത്താൽ നിഴലാൽ നിറങ്ങളാൽ സകലേശ്വരാ നീ അലങ്കരിക്കൂ. ഭൂമിയിലെത്രയോ മായകളുണ്ടതിൽ വീഴാതെ ഞങ്ങളെ കാത്തിടേണം. ഭൂമിയിലെത്രയോ മായകളുണ്ടതിൽ വീഴാതെ ഞങ്ങളെ കാത്തിടേണം. ആ ആ ആ ആ ആ. ഒരു കൊച്ചു പൂവിൻ്റെ കവിളത്തു നീ നിന്റെ കരവിരുതെന്നും നടത്തി, വെളിപാടു ഞങ്ങൾക്കു നൽകുന്ന ദൈവമേ, അടിയങ്ങൾ നിന്നെ വണങ്ങിടുന്നു, അടിയങ്ങൾ നിന്നെ വണങ്ങിടുന്നു, അടിയങ്ങൾ നിന്നെ വണങ്ങിടുന്നു, അടിയങ്ങൾ നിന്നെ വണങ്ങിടുന്നു. നല്ല ദിവസം സമ്മാനിച്ച ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിരിക്കാം. അഗതി മന്ദിരത്തിൻ്റെ അധിപൻ, അവഗണിക്കപ്പെട്ടവരുടെയും അഭയാർത്ഥികളുടെയും ശബ്ദമായി മാറിയ മാറ്റത്തിൻ്റെ പാപ്പായ്ക്കും ഒപ്പം നമ്മുടെ യൂണിറ്റിൽ നിന്നും കഴിഞ്ഞ 7 വർഷക്കാലം വിട്ടുപിരിഞ്ഞു പോയവരെയും അനുസ്മരിക്കുകയാണ് മുൻ പ്രസിഡന്റ് ശ്രീമതി ഗ്രേസി ജോർജ്. മറ്റ് യൂണിറ്റുകളിൽ നിന്നിട്ടുള്ള യൂണിറ്റ് ഭാരവാഹികൾ, അതിഥികൾ മുന്നോട്ട് കടന്നു വന്നിരിക്കുക. ഇവിടെ മുന്നിൽ സ്ഥലമുണ്ട്, അവിടെ ചിലപ്പോൾ മഴ വന്നാലൊക്കെ നനയാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റാണ്, നിങ്ങൾ മുന്നോട്ട് വരിക. വാ വാ.
എല്ലാവരും വാ. റോസ്ലി ആ മെർട്ടിമാടം വാ. ഓരോരുത്തരും ഇനി പേര്. ജോസഫും പോര്, കുഴപ്പമില്ല. ഫ്രണ്ടിൽ സ്ഥലം ധാരാളം. നല്ല റെഡ് കാർപ്പറ്റുകൾ വിരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോറി, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇടപെട്ടതിൽ ക്ഷമിക്കുക. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, മറ്റ് യൂണിറ്റിലെ ഭാരവാഹികളെ, ഹോളി ഫാമിലി യൂണിറ്റ് അംഗങ്ങളെ, ഏവർക്കും നമസ്കാരം. കത്തോലിക്ക സഭയുടെ പരമാധികാരിയായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗതനായതിൻ്റെ ദുഃഖാചരണത്തിലാണ് നമ്മളിപ്പോൾ. ആഗോള കത്തോലിക്ക സഭയുടെ തലവനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. യഥാർത്ഥ പേര് ഹോർഹെ മരിയോ ബെർഗോളിയോ. ബ്യൂണസ് അയേഴ്സിൽ ഇറ്റലിയിൽ നിന്നും കുടിയേറിയ ഒരു റെയിൽവേ ജീവനക്കാരൻ മരിയോ ജോസ് ബെഗോളിയയുടെയും റെജീന മരിയ സിവോരിയയുടെയും 5 മക്കളിൽ മൂത്തവനായി ബ്യൂണസ് അയേഴ്സിൻ്റെ അയൽപ്പക്കമായ ഫ്ലോറസിൽ ജോർജ് മരിയോ ബെർഗോളിയോ എന്ന പേരിലാണ് 1936 ഡിസംബർ 17 ഫ്രാൻസിസ് മാർപ്പാപ്പ ജനിച്ചത്. 2013 മാർച്ച് 13 ഇദ്ദേഹം കത്തോലിക്ക സഭയുടെ 266 പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ശാരീരിക അവശതകൾ മൂലം ബെനഡിക്ട് 16 മാർപ്പാപ്പ 2013 ഫെബ്രുവരി 28 സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നാണ് പുതിയ തെരഞ്ഞെടുപ്പ് നടന്നത്. അർജന്റീനക്കാരനായ ഇദ്ദേഹം തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു. ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് നഗരപ്രാന്തത്തിലെ ചെറിയ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജീവിതം. പൊതുഗതാഗത സംവിധാനത്തിൽ മാത്രം യാത്ര ചെയ്യുകയും ഇക്കണോമി ക്ലാസ്സിൽ മാത്രം യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു. ഇറ്റലിയിൽ നിന്നും കുടിയേറിയ കുടുംബത്തിൽ പിറന്ന ബെർഗോളിയോ 1282 വർഷത്തിന് ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന പാപ്പ പദവിയിലെത്തിയ ആളാണ്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ആദ്യമായി പാപ്പ ആകുന്നതും ഇദ്ദേഹമാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ, ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു. സഭയിൽ പുതിയ മാറ്റങ്ങൾ സ്ഥാനാരോഹണത്തിന് ശേഷം ഉടൻ തന്നെ വരുത്തുകയുണ്ടായി. അതിനാൽ ഇദ്ദേഹത്തെ മാറ്റങ്ങളുടെ പാപ്പ എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കാറുണ്ട്. നിത്യജീവിതത്തിൽ ക്രിസ്തുവിനെ നിരന്തരം തേടുക എന്നതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവസാന സുവിശേഷ പ്രസംഗത്തിൻ്റെ കാതൽ. ക്രിസ്തു കരുണയായതിനാൽ ഇല്ലാത്ത സഭ ക്രിസ്തു ഇല്ലാത്ത സഭയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വസിച്ചു. അതാണ് അദ്ദേഹത്തെ വിശ്വമാനവികതയുടെയും വിശ്വസാഹോദര്യത്തിൻ്റെയും ഓജസ്സുള്ള പ്രതീകമാക്കി മാറ്റിയത്. രണ്ടാം ക്രിസ്തുവെന്ന് ലോകം വിസ്മയത്തോടെ വിളിച്ച അസീസിയിലെ ഫ്രാൻസിസിൻ്റെ പേര് സ്വീകരിച്ച ബെർഗോളിയോ ഇനി ഫ്രാൻസിസ് രണ്ടാമൻ എന്ന് അറിയപ്പെടാൻ യോഗ്യനാണെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചു. ഈ ലോകത്തിന് ഈ നൂറ്റാണ്ടിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു ആ ജീവിതം. കുട്ടികൾക്കായി ലോക ബാലദിനം മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സങ്കടപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവൻ എന്നും ശോകമുഖനായ ക്രൈസ്തവനായിരിക്കും എന്ന് പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കടുംപിടുത്തക്കാരനായിരുന്നില്ല. അതുകൊണ്ടാണ് സമൂഹത്തിൽ കാലാകാലത്തോളം തഴയപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും സമൂഹത്തിൻ്റെ അരികുകളിലേക്ക് തള്ളപ്പെട്ട ജെൻഡർ ഗ്രൂപ്പിനെയും കത്തോലിക്ക സഭയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ അക്ഷീണം യത്നിച്ചത്. തടവുകാരുടെയും സ്ത്രീകളുടെയും അന്യമതക്കാരുടെയും പാദങ്ങൾ കഴുകിയ, ലോക സമാധാനത്തിനു വേണ്ടി നേതാക്കളുടെ പാദങ്ങളിൽ വീഴാൻ പോലും മടിക്കാതിരുന്ന എളിമയുടെ പ്രകാശഗോപുരം, മാനവികതയുടെ മഹാപ്രവാചകൻ, ആർദ്രതയുടെ മഹാപുരോഹിതൻ, കരുണയുടെ സൂര്യ തേജസ് 2025 ഏപ്രിൽ 21 സെൻട്രൽ യൂറോപ്യൻ സമയം രാവിലെ 7:35 വത്തിക്കാനിലെ വസതിയിൽ വെച്ച് ദിവംഗതനായി. ഏപ്രിൽ 26 വത്തിക്കാൻ സിറ്റിയിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ലളിതമായ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ പേപ്പൽ ബസിലിക്ക ഓഫ് സെൻറ്റ് മേരി മേജർ ബസിലിക്കയിൽ നിത്യനിദ്ര കൊള്ളുന്നു. അടുത്തത് നമ്മുടെ യൂണിറ്റിൽ നിന്നും കഴിഞ്ഞ യൂണിറ്റ് തല വാർഷികത്തിന് ശേഷം മരണമടഞ്ഞവരുടെ ലിസ്റ്റാണ്. വിക്ടോറിയ ജോൺ കാനവള്ളി
ഏലിക്കുട്ടി ദേവസി കമ്മാട്ട്, ത്രേസ്യ അബ്രഹാം കമ്മാട്ട്, അന്നമ്മ കുര്യൻ കമ്മാട്ട്, കുരുവിള ചാണ്ടി കാനവിളി, പൗലോസ് ജോർജ് കമ്മാട്ട്, ലിസി ജോസഫ് കമ്മാട്ട്, മോളി കുര്യൻ താഴ്ത്തക്കുറ്റ്. ഇവരെ കൂടാതെ യൂണിറ്റ് അംഗങ്ങളുടെ ബന്ധുക്കളും വളരെ ക്ലോസ് റിലേറ്റീവ്സും ഉണ്ട്. ഏവരെയും സ്മരിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കാമേ. അനുശോചനം അർപ്പിച്ച് സംസാരിച്ച ശ്രീ ഗ്രേസി ജോർജിന് നന്ദി. കുടുംബം ഒരു ദേവാലയമാവണം. കരുതലിൻ്റെ, കൈത്താങ്ങിൻ്റെ, വിട്ടുകൊടുക്കലിൻ്റെ, മഹാത്യാഗത്തിൻ്റെ. ഓരോ കുടുംബത്തിലെയും അമ്മമാരായിരിക്കും അത്. ഈ കുടുംബത്തിലെ അമ്മയായ ശ്രീമതി പ്രീതി റെജിയെ സ്വാഗത പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യാം. വേദിയിൽ സന്നിധനായിരിക്കുന്ന നമ്മുടെ ആത്മീയ ഗുരുവായ നമ്മുടെ പ്രിയപ്പെട്ട ജോസ് അച്ഛനെ സ്നേഹപൂർവ്വം ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ജെയ്സിനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാ യൂണിറ്റിൻ്റെയും ഈ എല്ലാ ഭാരവാഹികളെയും ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട നമ്മൾ കുർബാന നൽകിയ നമ്മുടെ എബി അച്ഛൻ വരുന്നുണ്ട്. അച്ഛനെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഞാൻ പ്രത്യേകം ക്ഷണിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഇവിടെ കണ്ടിട്ടുള്ള എല്ലാ യൂണിറ്റ് ഭാരവാഹികളെയും യൂണിറ്റ് അംഗങ്ങളെയും ഓരോ വീട്ടുകാരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ബാക്കി സഹായം ചെയ്തു തന്ന എല്ലാവരെയും ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കലാപരിപാടികൾ അവതരിക്കുന്ന എല്ലാ അമ്മമാരെയും കുഞ്ഞുമക്കളെയും, ഒത്തിരി യുവാക്കളുള്ള യൂണിറ്റാണ് നമ്മുടേത്. പക്ഷേ ഇപ്പം വളരെ കുറഞ്ഞു പോയി, എങ്കിലും ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നത് അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ അമ്മമാരാണ് ഇതിനകത്ത് കൂടുതൽ സജീവമായിട്ടുള്ളത്. അവരെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കൈക്കാരന്മാരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ കപ്പ്യാരനെ ഓർക്കുന്നു. പിന്നെ IT കോർഡിനേറ്റർ ജോസ് കലറക്കലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പ്രീതി. ജീവിതം മുട്ടിടുന്നതും സ്നേഹം അവസാനിക്കാത്തതുമാവണം കുടുംബം. റിപ്പോർട്ട് അവതരണത്തിനായി സ്നേഹത്തോടെ ക്ഷണിക്കാം ശ്രീ ബേബി ജോസഫ്, ഹോളി ഫാമിലി യൂണിറ്റ് സെക്രട്ടറി. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, ബഹുമാനപ്പെട്ട എബി അച്ഛൻ, നമ്മുടെ പ്രിയങ്കരനായ യൂണിറ്റ് പ്രസിഡൻറ്റും വൈസ് ചെയർമാനുമായ ജോസ് അലക്സ്, സെൻട്രൽ കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് വന്നിട്ടുള്ള ജനറൽ സെക്രട്ടറി ശ്രീ ജെയ്സ്, ഹോളി ഫാമിലി യൂണിറ്റിലെ എല്ലാ കുടുംബാംഗങ്ങളും, മറ്റ് യൂണിറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ഹോളി ഫാമിലി കുടുംബ യൂണിറ്റിൻ്റെ വാർഷിക റിപ്പോർട്ട് നീണ്ട 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടത്തുന്ന ഹോളി ഫാമിലി യൂണിറ്റ് വാർഷികം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. COVID-19 മഹാമാരി ലോകമെങ്ങും പിടിമുറുക്കിയതിനാൽ 2020 മുതൽ നമ്മുടെ നാട്ടിലും കർക്കശ നിയന്ത്രണങ്ങൾ വരികയും ജനങ്ങൾക്ക് പള്ളികളിൽ വിശുദ്ധ കുർബാനകളിൽ സംബന്ധിക്കാനോ പ്രാർത്ഥന കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനോ കഴിയാതെ സ്വഭവനങ്ങളിൽ തന്നെ കഴിയേണ്ടി വരികയും ചെയ്തതിനാലാണ് ദ്വൈവാർഷികമായി നടത്തിയിരുന്ന യൂണിറ്റ് വാർഷികം നിർത്തിവെക്കേണ്ടി വന്നത്.
ഇപ്പോൾ ഏവരും ആഹ്ലാദത്തോടെ ഉറ്റുനോക്കുന്ന ഈ വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി യൂണിറ്റിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാൻ സന്തോഷമുണ്ട്. 2024 മെയ് മാസം 11-ാം തീയതി ശ്രീ ടോജോ മാണിക്കനാമ്പറമ്പിലിൻ്റെ വസതിയിൽ കൂടിയ യൂണിറ്റ് മീറ്റിങ്ങിൽ വെച്ചാണ് ഹോളി ഫാമിലി യൂണിറ്റിൻ്റെ പുതിയ ഭാരവാഹികൾ ഉത്തരവാദിത്തമേറ്റത്. യൂണിറ്റ് പ്രസിഡന്റ് ജോസ് അലക്സ്, വൈസ് പ്രസിഡന്റ് ജാൻസി ജോണി, സെക്രട്ടറി ബേബി ജോസഫ്, ജോയിൻറ്റ് സെക്രട്ടറി റോസി ജോൺ, ട്രഷറർ എലിസബത്ത് ഫ്രാൻസിസ് എന്നിവരാണ് തിരുക്കുടുംബത്തിൻ്റെ നാമധേയത്തിലുള്ള കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുവാൻ നിയോഗിക്കപ്പെട്ടത്. സുഗമമായ പ്രവർത്തനത്തിന് കമ്മിറ്റി അംഗങ്ങളായി ഗ്രേസി ജോർജ് ഇലഞ്ഞിമറ്റം, എബി സാബു കമ്മാട്ട്, ജാൻസി ജോസഫ് പാട്ടുപറമ്പിൽ, കുര്യാക്കോസ് പഴമ്പള്ളി പിന്നീട് ഇടവക മാറിപ്പോയതിനാൽ KP ജോസ് കമ്മാട്ട് എന്നിവരെയും തിരഞ്ഞെടുത്തു. നമ്മുടെ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എക്കാലവും മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും നൽകി വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാർ, വൈസ് ചെയർമാൻമാർ, സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരെ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ എല്ലാ യോഗങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന ഇപ്പോഴത്തെ വികാരി ഫാദർ ജോസ് പാറപ്പുറം, നമ്മുടെ യൂണിറ്റ് പ്രസിഡൻറ്റും യൂണിറ്റിന് അഭിമാനവുമായ വൈസ് ചെയർമാൻ ജോസ് അലക്സ്, സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജെയ്സ് ജോൺ മലമേൽ, ഭംഗിയായി ബൈബിൾ ക്വിസ് നടത്തിപ്പോരുന്ന സിസ്റ്റർ സെസിലിയ, 3 മാസക്കാലം ഇവിടെ സേവനം ചെയ്ത് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള ഫാദർ പോൾ കോട്ടയ്ക്കൽ എന്നിവരെ ഈ റിപ്പോർട്ടിൽ നന്ദിപൂർവ്വം പരാമർശിച്ചില്ലെങ്കിൽ അനുചിതമാകും. ഈ പ്രവർത്തന വർഷത്തിൽ ഹോളി ഫാമിലി കുടുംബ യൂണിറ്റിൽ നടന്ന പ്രവർത്തനങ്ങളുടെ രത്നച്ചുരുക്കം മാത്രമാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്നത്. 2024 മെയ് മാസം മുതൽ നാളിതുവരെ നമ്മുടെ യൂണിറ്റിൽ 8 പൊതുയോഗങ്ങളും 9 കമ്മിറ്റി യോഗങ്ങളുമാണ് നടത്തിയിട്ടുള്ളത്. പൊതുയോഗങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച കുടുംബങ്ങൾ 2024 മെയ് ശ്രീ ടോജോ മാണിക്കനാമ്പറമ്പിൽ, ജൂലൈ ശ്രീമതി എലിസബത്ത് ഫ്രാൻസിസ്, ഓഗസ്റ്റ് ശ്രീ ബിജോയ് പുത്തൻകുടി, സെപ്റ്റംബർ ഡോക്ടർ ജോർജ് കൈതക്കോട്ടിൽ, നവംബർ ശ്രീ ജോസ് ആലുമൂട്ടിൽ, ഡിസംബർ ശ്രീ ലാൽ രാജൻഗിരി, 2025 ഫെബ്രുവരി ശ്രീ KP ജോസ് കമ്മാട്ട്, മാർച്ച് ശ്രീ കുര്യാക്കോസ് പഴമ്പള്ളി എന്നീ കുടുംബങ്ങളാണ് ആതിഥേയത്വം വഹിച്ചത്. മാസം തോറും നടക്കുന്ന യൂണിറ്റ് മീറ്റിങ്ങുകൾക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങുകൾക്കും വസതികൾ ഒരുക്കിത്തന്ന എല്ലാ കുടുംബങ്ങളെയും നന്ദിപൂർവ്വം സ്മരിക്കട്ടെ. ജൂലൈ മാസത്തെ മീറ്റിങ്ങിൽ വെച്ച് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ യൂണിറ്റിലെ വിദ്യാർത്ഥികൾക്ക് യൂണിറ്റിൻ്റെ ക്യാഷ് അവാർഡുകൾ വികാരി അച്ഛൻ വിതരണം ചെയ്യുകയുണ്ടായി. അതോടൊപ്പം ഇടവക വാർഷിക ദിനത്തിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച അംഗങ്ങൾക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി. സെപ്റ്റംബർ 16-ാം തീയതി യൂണിറ്റ് പൊതുയോഗവും ഓണാഘോഷവും ഡോക്ടർ KJ ജോർജ് കൈതക്കോട്ടിലിൻ്റെ ഭവനത്തിൽ നടത്തപ്പെട്ടു. പൂക്കളം തയ്യാറാക്കുന്നതിലും വിവിധ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിലും അംഗങ്ങൾ ആവേശപൂർവ്വം മുന്നോട്ട് വന്നു. ശ്രീമതി ലക്സി ബിജോയ് അവതരിപ്പിച്ച ബൈബിൾ അധിഷ്ഠിത ഡം ഷറാഡ്സ് പുതുമയുള്ളതും രസകരവുമായിരുന്നു. അംഗങ്ങൾ അവതരിപ്പിച്ച ഗ്രൂപ്പ് ഡാൻസുകൾ, ശ്രുതിമധുരമായ ഓണപ്പാട്ടുകൾ, ആതിഥേയ കുടുംബം വിതരണം ചെയ്ത മധുരപലഹാരങ്ങൾ എന്നിവ ഈ ഓണാഘോഷത്തെ മികച്ചതാക്കി. ഓണാഘോഷ കമ്മിറ്റി കൺവീനറായി പ്രീതി റെജി, ജോയിൻ്റ് കൺവീനർമാരായി ലക്സി ബിജോയ്, ജോമോൾ ജോൺ, അനുഷ ആൻ്റണി എന്നിവരും മേൽനോട്ട ചുമതലയിൽ KP ജോസ് കമ്മാട്ടും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. ഒക്ടോബർ മാസം 14-ാം തീയതി മുതൽ 10 ദിവസങ്ങളിൽ വൈകുന്നേരം 6:30 തിരുക്കുടുംബ കപ്പേളയിൽ നടത്തപ്പെട്ട ഭക്തിനിർഭരമായ കൊന്ത നമസ്കാരത്തിൽ നിരവധി കുടുംബങ്ങൾ പങ്കെടുത്തു. കൊന്ത സമാപന ദിവസം ശ്രീ ലാൽ എബ്രാഹിം രാജൻഗിരിയുടെ സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഒക്ടോബറിൽ ഇടവകയിൽ നടന്ന നേതൃത്വ പരിശീലന പരിപാടിയിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും 9 അംഗങ്ങൾ പങ്കെടുത്തു. ഇടവക തലത്തിൽ നടത്തിയ ലോഗോസ് ക്വിസ് മത്സരത്തിലും നമ്മുടെ അംഗങ്ങൾ മികച്ച വിജയം കരസ്ഥമാക്കി. ഇടവക തലത്തിൽ 1-ാം സ്ഥാനം ശ്രീമതി ടെസ്സി ജോസും 3-ാം സ്ഥാനം ശ്രീമതി ഗ്രേസി ജോർജും കരസ്ഥമാക്കി. യൂത്ത് വിങ്ങിൻ്റെ ഭാഗത്തു നിന്നും ANCC ഫ്രാൻസിസ് 1-ാം സ്ഥാനവും ഇടവക തലത്തിൽ 4-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഉയർന്ന 10 സ്ഥാനക്കാരിൽ ശ്രീമതി എലിസബത്ത് ഫ്രാൻസിസും ഉണ്ടായിരുന്നു. ഫാദർ പോൾ കോട്ടയ്ക്കൽ ഇടവക തലത്തിൽ നടത്തിയ ഫാമിലി ബൈബിൾ ക്വിസിലും എലിസബത്ത് ഫ്രാൻസിസും ANCC ഫ്രാൻസിസും അടങ്ങുന്ന കുടുംബമാണ് 1-ാം സ്ഥാനം നേടിയത്. ഈ കൂട്ടായ്മയുടെ അനുമോദനങ്ങൾ അവരെ അറിയിക്കുന്നു. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഡിസംബർ 21-ാം തീയതി ശ്രീ ലാൽ എബ്രാഹിം രാജൻഗിരിയുടെ വസതിയിൽ വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു. വ്യത്യസ്തങ്ങളായ ക്രിസ്മസ് കാരലുകൾ,
ക്രിസ്മസിനെക്കുറിച്ച് ശ്രീമതി ലക്സി ബിജോയ് അവതരിപ്പിച്ച ക്വിസ് പ്രോഗ്രാം, സാന്റാക്ലോസുമായി ബന്ധപ്പെട്ട സ്കിറ്റ് എന്നിവ ഈ ആഘോഷത്തെ വേറിട്ടതാക്കി. ആഘോഷ കമ്മിറ്റി കൺവീനറായി ശ്രീമതി ലക്സി ബിജോയ് മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചു. ഭവനങ്ങൾ സന്ദർശിച്ചുള്ള ക്രിസ്മസ് കാരൽ ഡിസംബർ 23-ന് ശ്രീ ബംഗ്ലാവിൽ ജോസിൻ്റെ ഭവനത്തിൽ ആരംഭിച്ച് തിരുക്കുടുംബ കപ്പേളയിൽ സമാപിച്ചു. അംഗങ്ങളുടെ മികച്ച പങ്കാളിത്തമുണ്ടായിരുന്ന ഈ പരിപാടിയുടെ സമാപനത്തിൽ പ്രസിഡന്റ് ജോസലക്സ് നൽകിയ സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. 2025 ജനുവരിയിൽ അന്തോനീസ് സെബസ്ത്യാനോസ് വിശുദ്ധന്മാരുടെ തിരുനാൾ ആഘോഷങ്ങളിൽ നമ്മുടെ യൂണിറ്റ് സജീവമായി പങ്കെടുക്കുകയും ഉദാരമായി സംഭാവന നൽകുകയും ഉണ്ടായി. കൂടാതെ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രദക്ഷിണ വഴി അലങ്കരിക്കുകയുണ്ടായി. യൂണിറ്റിൻ്റെ കൂട്ടായ്മയുടെ അടയാളമായി എല്ലാ ഭവനങ്ങളിലേക്കും അമ്പെഴുന്നള്ളിപ്പ് ഭക്തിപൂർവ്വം നടന്നു. ഈ വർഷം ഇടവകയിൽ നടന്ന ജൂബിലി സംഗമത്തിൽ ഹോളി ഫാമിലി യൂണിറ്റിൻ്റെ സജീവ സഹകരണവും സാമ്പത്തിക പിന്തുണയും ഉണ്ടായിരുന്നു. പീഠാനുഭവ സ്മരണയിൽ ഈ നോമ്പ് കാലത്ത് എല്ലാ വ്യാഴാഴ്ചകളിലും അംഗങ്ങൾ ഓരോ ഭവനങ്ങളിൽ ഒത്തുകൂടി കുരിശിൻ്റെ വഴി പ്രാർത്ഥനകളിൽ ഭക്തിയാദരപൂർവ്വം പങ്കെടുത്തു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഹോളി ഫാമിലി കുടുംബ കൂട്ടായ്മയിൽ നിന്നും കർത്തൃസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട എല്ലാവർക്കും നിത്യസൗഭാഗ്യം നേരുകയും അവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് നമ്മുടെ യൂണിറ്റിൽ പുതുതായി ചേർന്നവർ ശ്രീ ലാൽ എബ്രഹാം രാജൻഗിരി, ശ്രീ സൈമൺ കവലക്കാട്ടിൽ, ശ്രീ റെജി പഴമ്പള്ളി എന്നിവരും കുടുംബങ്ങളുമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുയോഗ സമക്ഷം സവിനയം സമർപ്പിക്കുന്നു. വളരെ പ്രഗത്ഭമായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ ബേബി ജോസഫ്. താങ്കളുടെ സംക്ഷിപ്ത റിപ്പോർട്ട് അവതരണത്തിന് നന്ദി സർ. കുടുംബം ഒരു ബലി ജീവിതമാണ്. നമ്മളല്ല നമ്മുടെ കുടുംബം തിരഞ്ഞെടുത്തത്, അത് നമുക്കായി ദൈവം തിരഞ്ഞെടുത്തതാണ്. ഈ കുടുംബ സംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ ഏറ്റവും ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട എബിയച്ച, കുടുംബ യൂണിറ്റ് ഭാരവാഹികളെ, മറ്റ് യൂണിറ്റിൽ നിന്നും വന്നിട്ടുള്ള വ്യക്തികളെ, പ്രിയ സഹോദരങ്ങളെ, എല്ലാം ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ കുടുംബ യൂണിറ്റും വാർഷികവും ആരംഭിക്കുന്നത് തിരുക്കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കാണാം. കാരണം നല്ലൊരു അന്തരീക്ഷമാണെന്ന്. ഒരു മഴയൊക്കെ പെയ്തു പോയതുകൊണ്ട് ചൂടിൻ്റെ ആ ശക്തിയും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തിരുക്കുടുംബം ഏറ്റവും ശക്തിയോടും സ്നേഹത്തോടും കൂടി മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അത് കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒരേ സ്വരത്തിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്കത് ആസ്വദിക്കാനായിട്ട് സാധിക്കുക. കുടുംബം ഒരു ഗാനമേള പോലെയാണ്. ഒരാൾ വയലും വായിക്കുന്നു, ഒരാൾ തബല കൂട്ടുന്നു, ഒരാൾ പാടുന്നു. അത് വളരെ മനോഹരമാണ്. അത് കുടുംബം ശിഥിലമാകുന്നൊരു കുടുംബമാണെങ്കിൽ വയലും വായിക്കുന്നതിന് പകരം പിള്ളേർ കരയും, അമ്മയുടെ പുറത്ത് അപ്പം തബല കൊട്ടും, പിന്നെ ബാക്കിയുള്ളവർക്കൂടി ബഹളം ഉണ്ടാക്കും. അത് കുടുംബം ശിഥിലമാണ്. ഇത് കുടുംബം ഒരു ഗാനമേള എന്ന് പറയുന്ന മനോഹരമായ രീതിയിൽ കൊണ്ടുപോകാനാണ് ആ തിരുക്കുടുംബം നമ്മളെ ഓരോരുത്തരെയും ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിക്കും എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ചിന്തിക്കാം. നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും പറയാറുണ്ട്. അത് ഈ കുടുംബ കൂട്ടായ്മയിൽ നമുക്ക് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അയാളെ സഹായിക്കുന്നവനെ, അയൽക്കാരെ സഹായിക്കുന്നവനുണ്ട്, അയാളെ സഹായിക്കുന്നവനെയാണ് നല്ല അയൽക്കാരെന്ന് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ സഹായിക്കാനായിട്ട് കുടുംബ കൂട്ടായ്മ നമുക്കൊരു പ്രേരണ നൽകും. മറ്റുള്ളവരെ നന്മയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. നമ്മുടെ ഇടയിൽ നന്നായിട്ട് പഠിക്കുന്നവരുണ്ടാവും, പാടുന്നവരുണ്ടാവും, ആക്ട് ചെയ്യുന്നവരുണ്ടാവും. അവരെയെല്ലാം കൈപിടിച്ച് ഉയർത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കടമയുണ്ട്. ഇപ്പം നമ്മൾ മനോഹരമായൊരു റിപ്പോർട്ടാണ് വായിച്ചു കേട്ടത്. അതിനകത്ത് നമ്മുടെ ഓരോരുത്തരുടെയും സമ്മാനം കിട്ടിയ വിവരങ്ങളും കുട്ടികളുടെ കഴിവുകളും എല്ലാം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് വളർത്തിയെടുക്കുക എന്നുള്ളതിന് ഈ കുടുംബ കൂട്ടായ്മ നമുക്കൊരു നല്ല വേദിയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, ശല്യം ആയിട്ട് മാറാതെ. ഇപ്പോൾ നമ്മൾ തവളയെക്കുറിച്ചും ചീവീടിനെ കുറിച്ചുമൊക്കെ പറയുന്നത് അതൊരു ശല്യമായിട്ടാണ്. രാത്രി ഒരുത്തനെ ഉറക്കില്ല. എന്നാൽ പൂവൻകോഴിയെക്കുറിച്ച് പറയുന്നത് അത് നിശബ്ദമായിട്ട് ഉറങ്ങും. മാത്രമല്ല രാവിലെ ഉണർത്ത് പാട്ടായിട്ട് കൂവി നമ്മളെ ഓരോരുത്തരെയും വിളിച്ചെണീപ്പിക്കും. അലാറമൊന്നും അത്രയും പറ്റില്ല. അപ്പോൾ വളരെ ശാന്തമായ രീതിയിൽ നമുക്ക് ഉപകാരം ചെയ്യുന്നു.
അപ്പം അങ്ങനെ നമ്മൾ ഓരോരുത്തരും നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകേണ്ടവരാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ആ രാവിലെ പൂവൻകോഴിയുടെ ഉണർത്തുപാട്ട് പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ നന്മയിലേക്ക് ഉയർത്താൻ, കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ എല്ലാം അവസരം നൽകണം എന്നാണ് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ കഴിവ് കുറഞ്ഞവരെയും ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. കൊച്ചുകുട്ടിയെ ഒരാൾ എടുത്തു പൊക്കി നിർത്തുമ്പോൾ അവൻ പൊക്കമുള്ളവനായിട്ട് തീരും. അത് കൊച്ചിന് വലിയ സന്തോഷമായിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിലൊന്നും കാണാൻ പാടില്ലാതിരിക്കുന്ന വിഷമമാണ്. അപ്പോൾ ആളെ ഉയർത്തി കഴിയുമ്പോൾ അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം. മറ്റുള്ളവരെ ഉയർത്തി കാണിക്കുക. സ്നാപയോന്നാനുണ്ടായിരുന്ന കഴിവും അതുതന്നെയാണ്. പുൽക്കൂട്ടിലേക്ക് ചെന്നാൽ ഉണ്ണീശോയുടെ ജീവിതത്തിൽ നമ്മളത് തന്നെയാണ് കാണുന്നത്. എത്രയെല്ലാം അഹങ്കാരത്തോടു കൂടി പൊക്കോട്ടെന്ന് പറഞ്ഞാലും പുൽക്കൂട്ടി ചെല്ലുമ്പോൾ കുനിഞ്ഞാലേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ തലമുട്ടും. അപ്പോൾ എളിമയുടെ മാർഗം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ മറ്റുള്ളവരെ മുമ്പോട്ട് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഗുണം. നമ്മൾ അല്പം ഇരുന്ന് കൊടുത്താലും മറ്റുള്ളവനെ മുമ്പോട്ട് കൊണ്ടുവരുവാനായിട്ട്, ഉയർച്ചയുടെ മാർഗത്തിലേക്ക് നയിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ചില കുടുംബങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, കൂടുതൽ കുട്ടികളൊക്കെ ഉള്ളൊരു വീട്ടിലാണെങ്കിൽ അമ്മമാർ ഭക്ഷണമൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുക്കും. പക്ഷെ പിന്നീട് നോക്കുമ്പോൾ അവരുടെ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാവില്ല. പിന്നെ കൊച്ചുങ്ങൾ തന്നെ ഒരു പിരിവിടുവാണ്. എല്ലാവരും അവരവരുടെ ചോറും പാത്രത്തിൽ നിന്ന് ഓരോ പിടിയെടുത്ത് ആ അമ്മയ്ക്കായിട്ട് ഒരു പാത്രത്തിലിടുക. അപ്പോൾ ഇളയ കൊച്ചിൻ്റെ അടുത്ത് വന്നപ്പോൾ അത് ഇളയ കൊച്ചല്ലേ, അത് വേണ്ടാന്നുള്ള രീതിയിൽ ഒരു വയസ്സുള്ളതിന് അതിൻ്റെ വേണ്ടാന്ന് വെച്ചപ്പോൾ അത് 2 കൈ കൊണ്ട് വാരിയിട്ടു. അപ്പോൾ പറഞ്ഞു, എൻ്റെ കൈ ചേച്ചിമാരുടെ കൈയേക്കാളും ചെറുതാണ്, അതുകൊണ്ട് 2 പിടി ഇരിക്കട്ടെ. അതൊരു വലിയ സ്നേഹമാണ്. അപ്പം നമ്മുടെ കൂട്ടായ്മയും കുടുംബസ്നേഹവും എല്ലാം അങ്ങനെ വളർന്നു വരുമ്പോഴേ ആ കുട്ടികൾ പിന്നീട് അവരെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സ്മരിക്കുകയും അവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും അവർ മനസ്സ് കാണിക്കും. ആ കുടുംബവും കൂട്ടായ്മയാണ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളത്. അത് മറ്റുള്ളവരെ നല്ല പ്രവൃത്തിയിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിനി അവിടെ അടുത്ത സീറ്റിൽ 2-3 പേര് ഇരുന്നിട്ട് പുകവലിക്കുകയാണ്, ഭയങ്കര ശല്യം. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ്, ചേട്ടന്മാരെ ഇങ്ങനെ ചെയ്യണം ശരിയല്ല എന്ന്. അവരൊന്നും മൈൻഡ് ചെയ്തില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിയെ പേഴ്സ് കയ്യിലെടുത്തിട്ട് 1-ൻ്റെ 2-ൻ്റെ 5-ൻ്റെ കോയിനുണ്ട്, അതൊക്കെ വെള്ളത്തിലേക്ക് എറിയുക. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെന്തോ മണ്ടത്തരം കാണിക്കുന്നത്, ആ പൈസ വെള്ളത്തിലേക്ക് എറിഞ്ഞ് കളയണമെന്ന് പറഞ്ഞു. ചേട്ടന്മാരെ, നിങ്ങൾ ചെയ്യുന്നത് ഇതിലും കഷ്ടമാണ്. നിങ്ങൾ എത്ര കാശാണ് പുകവലിച്ച് കളയണേ, അത് ആർക്കെങ്കിലും ഉപകാരമുണ്ടോ? ആ പുക വെടിച്ച് ഞങ്ങൾക്ക് ആരോഗ്യവും പോവും, നിങ്ങളുടെ കാശും പോവും. അതവർക്ക് ചിന്തിക്കാൻ ഒരു അവസരം കൊടുത്തു. പിന്നെ അവർ പിടിയുന്ന നല്ല രീതിയിലേക്ക് വന്നു. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും നല്ല മാതൃക മറ്റുള്ളവരെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുന്നതായി തീരിക്കണം. കുടുംബ കൂട്ടായ്മ അതിനു വേണ്ടിയുള്ളൊരു അവസരം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, നമ്മുടെ കുടുംബയോഗം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാവരും നല്ലൊരു കയ്യടിയോടെ നമ്മുടെ കുടുംബയോഗത്തിൽ ഈ സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട എബി അച്ഛൻ, ജെയ്സ് ജോൺ, President Jose Alex, Secretary Baby Joseph, കുടുംബത്തെ ഗാനമേളയോട് ഉപമിച്ച് നമ്മളെ ചിന്തിപ്പിച്ച ബഹുമാനപ്പെട്ട വികാരിയച്ഛന് സ്നേഹാദരവോടെ നന്ദി. ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഹോളി ഫാമിലി കൂട്ടായ്മയുടെ അമരക്കാരൻ, ഫാമിലി യൂണിയൻ വൈസ് ചെയർമാൻ ശ്രീ ജോസ് അലക്സ്. ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മുടെ കൈക്കാരന്മാരുടെ സീറ്റ് ഇവിടെ ഫ്രണ്ടിൽ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നു. അതുപോലെ ഭാരവാഹികളായിട്ട് വന്നിട്ടുള്ളവർക്ക് ഇവിടെ വീണ്ടും സ്ഥലം കിടക്കുവാണ്. നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നത് വാ
ഫ്രണ്ടിലേക്ക് വാ കൈക്കാരന്മാർ. ഇവിടെ വേക്കൻ്റായിട്ട് കിടക്കുക സീറ്റ്. അനാഥത്വം തോന്നുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെ ഇവരൊക്കെ ഉണ്ടല്ലോ, ലിറ്റിൽ ഫ്ലവർ യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്. അവരോട് ഒരു പ്രാവശ്യം ഞാൻ കൈകൊണ്ട് കാണിച്ച് വന്നില്ല. ശരി. ഇന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ജോസ് പാർപ്പുറച്ച, നമ്മുടെ വികാരിയും ഫാമിലി യൂണിയൻ്റെ ചെയർമാനുമാണ്. അതുപോലെ നമ്മുടെ ഇടവാംഗം നമുക്ക് വേണ്ടി ബലിയർപ്പണം നടത്തിയ ബഹുമാനപ്പെട്ട എബി മനത്താനത്തച്ഛൻ, പ്രിയപ്പെട്ട ജെയ്സ് ജോൺ ഫാമിലി യൂണിയൻ ജനറൽ സെക്രട്ടറി, നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ ബേബി ജോസഫ്, ബഹുമാനപ്പെട്ട കൈക്കാരന്മാർ, മറ്റ് യൂണിറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള ഭാരവാഹികൾ, അതുപോലെ നമ്മുടെ ട്രഷറർ ജിബി, ഹോളി ഫാമിലി യൂണിറ്റിലെ ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ കുടുംബ യൂണിറ്റ് അംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ആദ്യമേ തന്നെ ഈ വാർഷിക ആഘോഷത്തിൻ്റെ മംഗളങ്ങൾ വളരെ ഊഷ്മളമായി എല്ലാവർക്കും നേരുകയാണ്. നമുക്കറിയാം, റിപ്പോർട്ടിലും തുടക്കത്തിലും എല്ലാം പറഞ്ഞ പോലെ 2018 ശേഷം നമ്മുടെ ഇടവകയിൽ വാർഷികം ആഘോഷങ്ങൾ COVID-19 കാരണം നടന്നിട്ടില്ല. COVID-19 കാരണം 2 വർഷം വാർഷികം നടന്നില്ല. പിന്നെ നമ്മൾ അതിനെ തുടർന്ന് യൂണിറ്റുകളൊക്കെ നിർജീവാവസ്ഥയിലായി. പിന്നെ ഒന്ന് പയ്യെ പിക്കായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വർഷം ഒരു 8 വർഷത്തെ ഗ്യാപ്പിലാണ് 7 വർഷത്തെ ഗ്യാപ്പിലാണ് ഈ വാർഷികം നടക്കുന്നത്. ആ വാർഷികം നമ്മൾ തീരുമാനിച്ചത് ഞങ്ങളുടെ ഹോളി ഫാമിലി യൂണിറ്റ് 2ാം ദിവസമായിരുന്നു. പക്ഷേ നമ്മളുടെ ദിവംഗതനായ പാപ്പായുടെ അനുശോചനം ദുഃഖാചരണം വന്നതുകൊണ്ട് നമ്മൾ ഒരു യൂണിറ്റ് മാറ്റിവെച്ചു. അങ്ങനെ ഇന്ന് ആദ്യത്തെ യൂണിറ്റിൻ്റെ വാർഷികം നമ്മുടെ ഇടവയിൽ നടക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ആദ്യമേ തന്നെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്തതാണ്. എങ്കിലും യൂണിറ്റ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ രാവിലത്തെ ചില പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് നീണ്ട ഒരു യാത്ര കഴിഞ്ഞ് വീണ്ടും നമ്മളോടൊപ്പം നമ്മുടെ സ്നേഹം പങ്കിടാൻ, നമ്മളോടൊപ്പം സ്നേഹത്തിൽ പോകാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ എബി അച്ഛൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് എബി അച്ഛനെ കിട്ടിയത്. ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പല സ്ഥലത്തുനിന്നും നമ്മൾ അച്ഛനെ അന്വേഷിച്ചു. ഇങ്ങനെ വളരെ ദൂരെ നിന്ന് ഒരു അച്ഛനെ കിട്ടാമെന്ന് വെച്ചിരുന്നു. പക്ഷേ എബി അച്ഛൻ വരുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അത് ക്യാൻസൽ ചെയ്ത് നമ്മുടെ ഇടവക്കാരൻ തന്നെ ഒരു അച്ഛൻ നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ വന്ന് സാന്നിധ്യം അറിയിക്കുന്നത് വളരെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു അച്ഛനോട് പറഞ്ഞു. അച്ഛന് വളരെ നല്ല മനസ്സോട് സമ്മതിച്ചു. അച്ഛന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഞാൻ നന്നായി പ്രസംഗമല്ല, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. യൂണിറ്റുകളുടെ പ്രസക്തിയെക്കുറിച്ച് 2 വാക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. പലരും പറയാറുണ്ട് യൂണിറ്റുകളിൽ ആളില്ല, യുവാക്കളില്ല. ഞങ്ങൾക്ക് യൂണിറ്റിൽ 1-2 പേര് തരികയേ ഉള്ളൂ യുവാക്കൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ. ഇപ്പം WHO പറയുന്നത് യുവാക്കളുടെ പ്രായപരിധി 65 വയസ്സ് വരെ ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം നമ്മളൊക്കെ ഞാനുമൊക്കെ ആ ഒരു ബലത്തിലാണ് യുവാവ് എന്നുള്ള ഒരു ധാരണയിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എനിക്കറിയത്തില്ല എത്ര നാളിത് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. 65 തൊട്ട് 80 വയസ്സ് വരെ മധ്യവയസ്കരാണ്. അവർ പ്രായമുള്ളവരല്ല, വൃദ്ധരല്ല. 80 കഴിഞ്ഞാലാണ് അല്പമെങ്കിലും വൃദ്ധരായിട്ട് പരിഗണിക്കുന്നത്. അതാണ് WHO പുതിയ ഒരു പഠനം ഈ അടുത്ത ദിവസം ഞാൻ കേട്ടതാണ്. അപ്പോൾ അത് വെച്ച് ആ ഒരു ഉറപ്പിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ യൂണിറ്റിൻ്റെ ഭാരവാഹിയൊക്കെ ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ യൂണിറ്റിൽ കുട്ടികളില്ല, യുവാക്കളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന ഈ അവസ്ഥയാണ് യൂണിറ്റുകൾ ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കേണ്ട അവസ്ഥ. നമ്മുടെ ഇടവയിലെ കുട്ടികൾ 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെയൊക്കെ കഷ്ടി നമ്മുടെ കൂടെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നതുകൊണ്ട് അവർ മറുനാട്ടിലേക്കും വിദേശത്തുമൊക്കെ അവരുടെ ഉപജീവനം തേടി പോകുന്നു. അവരെ നമുക്ക് തടയാൻ പറ്റില്ല. അത് അവർക്ക് അവരുടെ കാര്യം നോക്കേണ്ടതാണല്ലോ. അപ്പം നമ്മളിവിടെ ഉള്ളവർ തന്നെ പരസ്പരം കൂടുതൽ ഐക്യത്തോടു കൂടി പോകേണ്ട ഒരു കാലഘട്ടമാണ്. ഒരു വീട്ടിൽ 1 2 ഒക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പരസ്പരം കൂടുതൽ എന്നും കണ്ടും കേട്ടും അറിഞ്ഞും പോകേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത്. പകൽ വീട് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പകൽ വീട് വേണ്ട, ഒരു ചില ദൂരത്തിരുന്നുകൊണ്ട് ഒരു പകൽ വീട് പോലെ സിസ്റ്റം നമ്മുടെ കുടുംബ യൂണിറ്റിനെ ആക്കിക്കൊണ്ട് വരിക എന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ ഒരു ചിന്ത നിങ്ങൾക്ക് തന്നതുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം
അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ വാർഷിക ആഘോഷം എന്ന് പറയുന്നത് ഒരു ഇവാലുവേഷനും കൂടിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ യൂണിറ്റുകളുടെ പ്രവർത്തനത്തെ ഒരു വിലയിരുത്തൽ, അതുപോലെ ഈ വാർഷികാഘോഷത്തിൽ നിന്നുള്ള ഊർജം സ്വീകരിച്ച് അടുത്ത തുടർന്നുള്ള വർഷങ്ങളിലേക്കുള്ള പ്രവർത്തനത്തിലുള്ള ഊർജവും സമ്പാദിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മുടെ ഈ വാർഷികാഘോഷങ്ങൾക്കുണ്ട്. നമ്മുടെ ഇടവക തന്നെ ഒരു ഉദാഹരണം. നമ്മുടെ ഇടവകയിൽ വളരെ മന്ദഗതിയിലായി പോയിക്കൊണ്ടിരുന്ന യൂണിറ്റുകളൊക്കെ ഈ വാർഷിക 2 വർഷത്തിലൊരിക്കൽ നടന്ന് പരസ്പരമുള്ള കൂട്ടായ്മ, മറ്റ് യൂണിറ്റുകളിൽ നിന്നുള്ള ഭാരവാഹികളൊക്കെ വന്ന് പരസ്പരം കണ്ടും കേട്ടും അറിഞ്ഞുമൊക്കെയാണ് യൂണിറ്റുകൾ വളർന്നത്. അത് കുറച്ച് നാളായിട്ട് നിന്നുപോയി. ഇനിയും നമുക്ക് അത് കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് പോകണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഞങ്ങളുടെ യൂണിറ്റിൽ നിന്നും ഞങ്ങളുടെ യൂണിറ്റുകൾ വളരെ ആൾക്കാർ ഇച്ചിരി സൈലൻ്റ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ വനിതാ രത്നങ്ങളെ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് അതല്ല, അവരുടെ യൂണിറ്റിൽ നിന്ന് വേണമെങ്കിൽ പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട്. അവരാണ് ഈ യൂണിറ്റിൻ്റെ ബാക്ക് ബോൺ. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. WHO പുതിയ പഠനത്തിലൂടെ നമ്മെ ഊർജ്ജസ്വലരാക്കിയ ശ്രീ ജോസ് അലക്സിന് നന്ദി സർ. 4 ചുവരുകൾക്കുള്ളിലെ സ്നേഹ കൂടാരമാവണം കുടുംബം. ആശംസാ പ്രസംഗത്തിനായി ബഹുമാന പുരസ്സരം ക്ഷണിക്കാം ഫാദർ AB മനത്താനത്ത്. ബഹുമാനപ്പെട്ട വികാരിയച്ഛ, ഇന്നത്തെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ജോസ് അലക്സ്, മറ്റ് സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളെ, ഹോളി ഫാമിലി യൂണിറ്റ് ഭാരവാഹികളെ, യൂണിറ്റ് അംഗങ്ങളെ, ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 4:30 മുതൽ സാമാന്യം മോശമല്ലാത്ത മഴ ഈ പ്രദേശത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു സെക്കൻഡ് തോട്ട്, ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത്രയ്ക്ക് മഴ, ഞാൻ ജോലി ചെയ്യുന്ന മേഖലകളിൽ ഇത്രയ്ക്ക് മഴയുണ്ടെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തൊരു പ്രോഗ്രാം ഒരു 1/4 മണിക്കൂർ മാറിപ്പോവാനായിട്ട്, ലേറ്റ് ആവാനായിട്ട് എത്ര മഴ മതി? ഇങ്ങനെയുള്ളൊരു ചിന്തയോടു കൂടിയാണ് ഞാനിവിടെ എത്തുക. പക്ഷേ ഞാനിവിടെ എത്തിയപ്പോൾ 5 മണിക്ക്, കറക്റ്റ് 5 മണിയായപ്പോൾ ഞാനിവിടെ എത്തി. 5 മണിയായിരുന്നു എനിക്ക് സമയം നൽകിയത്. അപ്പോൾ ഇവിടെ കുർബാനയ്ക്കെല്ലാം റെഡിയായി, എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ അതിശയിപ്പിച്ചു. മോശം കാലാവസ്ഥയെ പോലും അതിജീവിച്ച് എല്ലാവരും ഇവിടെ ഒത്തുചേർന്നു. കുർബാന കറക്റ്റ് സമയത്ത് തുടങ്ങി. ഇത് നിങ്ങളുടെ തൽപരത, ഈ യൂണിറ്റ് പ്രവർത്തനങ്ങളിൽ ഹോളി ഫാമിലി കുടുംബ യൂണിറ്റ് എത്ര തൽപരരാണ് എന്നാണ് ഇത് എന്നോട് പറയുന്നത്. ഞാൻ എല്ലാവർക്കും ഒരു നല്ല ആശംസകൾ നേരുന്നു. ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് നടക്കട്ടെ. ഹോളി ഫാമിലി തിരുക്കുടുംബം നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ്. തിരുക്കുടുംബം, ആ തിരുക്കുടുംബത്തിൻ്റെ മാതൃക പിഞ്ചൊന്ന് ജീവിക്കുന്ന കുടുംബ യൂണിറ്റ് അംഗങ്ങളായ ഇതിൽ വരുന്ന ഓരോ കുടുംബവും, ഓരോ വ്യക്തിയും എങ്ങനെ നമ്മുടെ ബാക്കി ഇടവകയിലെ കുടുംബങ്ങൾക്കൊരു മാതൃകയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല. കുർബാന മധ്യേ ഞാനൊരു 7-8 മിനിറ്റ് ഞാൻ സംസാരിച്ചു. എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അച്ഛൻ്റെ സ്നേഹ സാന്നിധ്യത്തിന് നന്ദി അച്ഛ. പ്രിയപ്പെട്ടവരുടെ സന്തോഷങ്ങൾക്കായി നാം തോറ്റുകൊടുക്കുമ്പോഴാണ് കുടുംബത്തിൽ സൗഹൃദ പുഷ്പങ്ങൾ മുട്ടിടുന്നത്. ആശംസാ പ്രസംഗത്തിനായി സ്നേഹപുരസ്സരം ആദരവോടെ ക്ഷണിക്കുന്നു സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ ജെയ്സ് ജോൺ. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി അച്ഛനും ഫാമിലി യൂണിറ്റുകളുടെ ചെയർമാനുമായ ഫാദർ ജോസ് പാറപ്പുറമച്ച, ഫാദർ എബി മനത്താനച്ച, ഈ യൂണിറ്റ് വാർഷികാഘോഷത്തിൻ്റെ അധ്യക്ഷനായ ശ്രീ ജോസ് അലക്സ്, യൂണിറ്റ് സെക്രട്ടറി ശ്രീ ബേബി ജോസഫ് മലമേൽ, മറ്റ് യൂണിറ്റുകളിൽ നിന്ന് വന്നിരിക്കുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികളെ, കൂടാതെ ഈ കുടുംബ യൂണിറ്റിലെ അംഗങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു കുടുംബ യൂണിറ്റ് വാർഷികങ്ങൾ വീടുകളിലേക്ക് വരുന്നത്. സഭയുടെ ഏറ്റവും ചെറിയ ഘടകമായ കുടുംബം,
ആ കുടുംബത്തിന് അടുത്തടുത്തുള്ള മറ്റ് വീടുകൾ അവയെല്ലാം ചേർന്ന ഒരു കുടുംബ യൂണിറ്റായിട്ട് ഫോം ചെയ്ത ഏറ്റവും മഹത്തായ ഒരാശയം എന്തു ത്യാഗം സഹിച്ചും നമ്മളത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. കാരണം നമ്മുടെ അടുത്ത വീടുകളിലുള്ള ആളുകളെ സഹായിക്കുക എന്ന് തന്നെ ഏറ്റവും വലിയ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കുടുംബ യൂണിറ്റ് വാർഷികങ്ങളും കുടുംബ യൂണിറ്റ് മീറ്റിങ്ങുകളും എല്ലാം നടത്തുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും നമ്മുടെ സങ്കടങ്ങളൊക്കെ പങ്കുവയ്ക്കുവാനുള്ളൊരു വേദി ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ ആശയത്തിൻ്റെ പിന്നിൽ അന്ന് ഇത് അവതരിപ്പിച്ച സമയത്ത് ഇതിൻ്റെ പ്രായോജകരായിട്ടുള്ളവരെല്ലാവരും അതിനു വേണ്ടിയിട്ട് ആലോചിച്ച് കണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് ഈ ഇത്രയും നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഈ ഒരു വാർഷികാഘോഷം നടത്തിയപ്പോഴത്തേക്ക് ചെറിയ ചെറിയ പാളിച്ചകളെല്ലാം ഉണ്ടാവാം. കാരണം നമ്മൾ കുറേ നാളുകളായിട്ട് ഇതൊന്നും നടത്താറില്ലായിരുന്നു. എങ്കിലും അവയെല്ലാം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് നിങ്ങളുടെ ഈ കുടുംബ യൂണിറ്റ് വാർഷികത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യമേ തന്നെ അർപ്പിക്കുകയാണ്. കൂടാതെ നമ്മുടെ ഈ കുടുംബ യൂണിറ്റിൽ ഈ തിരുക്കുടുംബത്തിൻ്റെ നാമധേയത്തിലുള്ളതാണല്ലോ. പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ ഔസേപിതാവും ഇൻഫന്റ് ജീസസ് ഉണ്ണി യേശുവും ചേർന്ന 3 മഹാത്മാക്കളുടെ ഒരു സംഗമം. ആ ഒരു സംഗമം ഉള്ള ഈ കുടുംബ യൂണിറ്റിൽ അംഗങ്ങളായ നിങ്ങളേവരും ഒത്തിരി അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധ്യതയുള്ളവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണയായി കുടുംബ യൂണിറ്റുകളുടെ പേരിടുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെയോ ഒരു വിശുദ്ധയുടെയോ പേര് മാത്രം ഇടുമ്പോൾ ഇവിടെ തിരുക്കുടുംബം എന്ന ആ ഒരു മഹത്തായ ഒരു നാമം കണ്ടെത്തിയ അതിൽ അംഗങ്ങളായി തീർന്ന നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കൂടാതെ ഈ കുടുംബ യൂണിറ്റ് സെൻട്രൽ കമ്മിറ്റിയുടെ എല്ലാ പരിപാടികളിലും ഈ ഹോളി ഫാമിലി യൂണിറ്റിൻ്റെ എല്ലാ പ്രവർത്തകരും അംഗങ്ങളും സജീവമായി പങ്കെടുക്കുകയും നിങ്ങളുടെ എല്ലാ സഹകരണവും പിന്തുണയും സെൻട്രൽ കമ്മിറ്റിക്ക് നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ അക്കാര്യത്തിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയും കൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബ യൂണിറ്റ് വാർഷിക ആഘോഷങ്ങളിൽ ഏറ്റവും നന്നായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കാനും സങ്കടങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള വേദിയാകണം കുടുംബ യൂണിറ്റുകൾ എന്നോർമ്മിപ്പിച്ച ഇടവകയുടെ നിറസാന്നിധ്യമായ ശ്രീ ജെയ്സ് ജോണിന് യൂണിറ്റിൻ്റെ ഭാവുകങ്ങൾ. സമ്മാനങ്ങൾ നമുക്കെപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പവുമല്ല. സമ്മാനങ്ങളുടെ പെരുമഴക്കാലമാണ് അടുത്തത്. കുറച്ച് ഫണ്ണി സമ്മാനങ്ങളും ഉണ്ട് ആ കൂട്ടത്തിൽ. ഒന്നാമത്തെ കാറ്റഗറിയിൽ നമ്മുടെ യൂണിറ്റിൽ ഏറ്റവും പ്രായം കൂടിയ പുരുഷനുള്ള സമ്മാനമാണ്. നിങ്ങൾക്കത് ഗസ് ചെയ്യാമോ? നമ്മുടെ യൂണിറ്റിലെ ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ കറക്റ്റ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, സമയം ദീർഘിപ്പിക്കുന്നില്ല. അത് മറ്റാരുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ KJ ജോർജ് കൈതക്കോട്ടിൽ. ഡോക്ടറെ കണ്ടാൽ എത്ര പ്രായമൊന്നും ഫീൽ ചെയ്യില്ല നമുക്ക്. ഡോക്ടർ വേദിയിലേക്ക് വരിക. സങ്കീർത്തനം പറയുന്നു, വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവരെ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. ഇനി നമ്മുടെ യൂണിറ്റിലെ ഏറ്റവും പ്രായം കൂടിയ സ്ത്രീയാണ്. അത് എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടാവും സ്ത്രീകളെ സംബന്ധിച്ച്. മറ്റാരുമല്ല, നമ്മുടെ തങ്കമ്മ ചേച്ചിയാണ്. എന്നാലും വചനം പറയുവാണ്, നരച്ച മുടി മഹത്വത്തിന്റെ കിരീടമാണ്, സുഹൃതപൂർണമായ ജീവിതം കൊണ്ടാണ് അത് കൈവരുന്നത്. ഏറ്റവും സ്നേഹത്തോടെ തങ്കമ്മ ചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ABH ക്ഷണിക്കുകയാണ്. താങ്ക് യു അച്ഛാ, താങ്ക് യു തങ്കമ്മ ചേച്ചി. യൂണിറ്റിലെ പ്രായം കുറഞ്ഞ കുട്ടി അത് മറ്റാരുമല്ല, എൽസ പോൾ കമ്മാട്ട്. എൽസ പോൾ കമ്മാട്ട് ആരോടൊപ്പമാണ് വേദിയിലേക്ക്? എൽസ പോള് അമ്മയോടൊപ്പം വേദിയിലേക്ക് വരാണ്.
വചനം പറയുന്നു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരട്ടെ, അവരെ തടയരുത്. കൈയടിച്ച് നമുക്ക് കുഞ്ഞെൽസയെ അഭിവാദ്യം ചെയ്യാം. സമ്മാനം നൽകുന്നത് നമ്മുടെ പ്രസിഡന്റ് ജോസ് അലക്സ് സാറാണ്. താങ്ക് യു സർ. താങ്ക് യു എൽസ. അടുത്ത സമ്മാനം ലോഗോസ് ക്യൂസില് ഉയർന്ന മാർക്ക് നേടിയവർക്കുള്ള ആദരവാണ്. ലോഗോസ് ക്യൂസ് ഫസ്റ്റ് പ്ലേസ് ശ്രീമതി ടെസി ജോസ് കറുകപ്പള്ളി. സമ്മാനം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ക്ഷണിക്കുകയാണ്. ലോഗോസ് ക്യൂസ് ഫസ്റ്റ് പ്ലേസ് ശ്രീ ടെസി ജോസ് കറുകപ്പള്ളി. തേർഡ് പ്ലേസ് ഗ്രേസി ജോർജ്, നമ്മുടെ ഫോമർ പ്രസിഡന്റ് ആണ് തേർഡ് പ്ലേസ് കരസ്ഥമാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് കാറ്റഗറി ആൻസിസി ഫ്രാൻസിസ്. സി കാറ്റഗറിയിൽ ഫസ്റ്റും ഇടവകയിലെ 4ാം സമ്മാനവും കരസ്ഥമാക്കിയിരിക്കുന്നു ആൻസിസി ഫ്രാൻസിസ്. നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്തത് ആൻസിസിയുടെ അമ്മയ്ക്കാണ്. എലിസബത്ത് ഫ്രാൻസിസ് ടോപ്പ് 10 വന്ന് നിൽക്കുകയാണ്. ലോഗോസ് ക്യൂസിന്റെ ടോപ്പ് 10 എലിസബത്ത് ഉണ്ട്. എലിസബത്തിന് നല്ലൊരു കൈയടി കൊടുക്കാം. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനെ ക്ഷണിക്കുന്നു. എലിസബത്ത് ഫ്രാൻസിസ് ലോഗോസ് ക്യൂസിലെ ടോപ്പ് 10 വന്നിരിക്കുന്ന എലിസബത്ത് ഫ്രാൻസിസ്. എല്ലാവർക്കും അറിയാം, ആൻസിസിയുടെ അമ്മയാണ്. അടുത്ത സമ്മാനം എല്ലാ യൂണിറ്റിലും മുടങ്ങാതെ വന്ന കുടുംബം, അതും കരസ്ഥമാക്കിയിരിക്കുന്നത് ആൻസിസിയും അമ്മയും തന്നെയാണ്. വീണ്ടും അവരെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, നല്ലൊരു കൈയടി കൊടുക്കാം. കൂടാതെ ഫാദർ കോട്ടക്കലച്ചൻ നടത്തിയ ക്യുസിലും അവര് 1ാം സമ്മാനം നേടിയിരുന്നു. സെൻട്രൽ കമ്മിറ്റിയുടെ നേരത്തെ ഒരു തീരുമാനം സെൻട്രൽ കമ്മിറ്റി കൂടി നേരത്തെ കഴിഞ്ഞ ലോഗോസ് ക്വിസിൻ്റെ സമയത്ത് ഒരു തീരുമാനം പറഞ്ഞിരുന്നു. 60% കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഓരോ യൂണിറ്റിലെയും ആൾക്കാരെ ഈ വാർഷികത്തിൽ അത് കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പം നമ്മുടെ യൂണിറ്റിൽ 4 പേരുണ്ട്, അവർക്കിപ്പം കൊടുക്കുകയാണ്. അതിൽ ടെസി ജോസ് കറുകപ്പള്ളി ഫസ്റ്റ് പ്രൈസ്. ടെസി ജോസ് കറുകപ്പള്ളി ഫസ്റ്റ് പ്ലേസ്. തേർഡ് പ്രൈസ് ഗ്രേസി ജോർജ് എലഞ്ഞിമറ്റം. ഗ്രേസി ജോർജ് എലഞ്ഞിമറ്റം തേർഡ് പ്ലേസ്. പിന്നെ ആൻസിസി ഫ്രാൻസിസ് ആൻസിസി ഫ്രാൻസിസ് ഫോർത്ത് പ്ലേസ്. സി കാറ്റഗറി ഫസ്റ്റ് പ്ലേസ് എലിസബത്ത് ഫ്രാൻസിസ് കൊച്ചേരി. എലിസബത്ത് ഫ്രാൻസിസ് ടോപ്പ് 10 ലോഗോസ് ക്വിസ്. എല്ലാ കുടുംബ യൂണിറ്റുകളിലും മുടങ്ങാതെ വന്ന കുടുംബത്തിനുള്ള സമ്മാനമാണ്. അതും കരസ്ഥമാക്കുന്നത് ആൻസിസി ഫ്രാൻസിസും അമ്മയും തന്നെയാണ്. വചനം പറയുവാണ്, പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അറിവ് നേടേണ്ടവൻ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. ഏതായാലും ദേവാലയമാവുന്ന വിദ്യാലയത്തിൽ വസിച്ചുകൊണ്ട് ഈ സമ്മാനങ്ങൾ മുഴുവൻ കരസ്ഥമാക്കിയ ആൻസിസിക്കും അമ്മയ്ക്കും യൂണിറ്റിലെ എല്ലാ ഭാവുകങ്ങളും. കൃതജ്ഞത ഏറ്റവും മനോഹരമായ ഒരു വികാരമാണ്. ശ്രീമതി ജാൻസി ജോൺ വൈസ് പ്രസിഡന്റിനെ കൃതജ്ഞത അർപ്പിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഫാമിലി യൂണിയൻ ചെയർമാനും നമ്മുടെ ഇടവക വികാരിയുമായ ജോസച്ച, നമ്മുടെ ഇടവക അംഗമായ എബി മനത്താഴ്ത്തച്ച, നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷനും യൂണിറ്റ് പ്രസിഡൻറ്റും ഫാമിലി യൂണിയൻ വൈസ് ചെയർമാനുമായ ശ്രീ ജോസ് അലക്സ്, ഫാമിലി യൂണിയൻ ജനറൽ സെക്രട്ടറി ശ്രീ ജെയ്സ് ജോൺ, യൂണിറ്റ് സെക്രട്ടറി ശ്രീ ബേബി മലമേൽ, മറ്റു വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കുടുംബ യൂണിറ്റ് വാർഷികം വീടുകളിൽ നമ്മൾ നടത്തുന്നത്. മറ്റ് പരിപാടികൾ ബാക്കിയുള്ളതിനാൽ സമയം നഷ്ടപ്പെടുത്താതെ ഏവർക്കും നന്ദി പറയുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്.
ഈ വാർഷികത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ജൂബിലിയുടെ നിറവിൽ ആയിരിക്കുന്ന, എപ്പോഴും ചെറുതമാശകൾ പറഞ്ഞും ചിരിച്ചും ചിന്തിച്ചും നമ്മളിൽ ഒരാളായി നടക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് പാറപ്പുറം അച്ഛന് ഹോളി ഫാമിലി യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും യൂണിറ്റ് പ്രസിഡൻറ്റും വൈസ് ചെയർമാനുമായ ശ്രീ ജോസ് അലക്സിൻ്റെ മികവുറ്റ നേതൃത്വം പ്രശംസനീയമാണ്. വാർഷികത്തിൻ്റെ വിജയത്തിനായി അക്ഷീണം പ്രവർത്തിച്ച അദ്ദേഹത്തിന് യൂണിറ്റിൻ്റെ പേരിലുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. അടുത്തതായി ഇന്ന് നമുക്കായി ഭക്തിനിർഭരമായ ദിവ്യബലി അർപ്പിച്ച നമ്മുടെ ഇടവക അംഗമായ എബി മനത്താഴത്ത് അച്ഛന് യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ യൂണിറ്റ് സെക്രട്ടറി ശ്രീ ബേബി മലമേലിൻ്റെ വളരെ വ്യക്തതയും കൃത്യതയുള്ളതുമായ റിപ്പോർട്ട് വളരെ പ്രശംസനീയമാണ്. ബേബി ചേട്ടന് യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ട്രഷറർ എലിസബത്ത് ഫ്രാൻസിസിനും വളരെയധികം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇടവകയിലെ ഫാമിലി യൂണിയൻ ജനറൽ സെക്രട്ടറി ശ്രീ ജെയ്സ് ജോണിനും മറ്റ് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾക്കും നമ്മുടെ IT കോർഡിനേറ്റർ ആയ ജോസ് സാറിനും സ്വാഗതം ആശംസിച്ച കുടുംബനാഥ പ്രീതി റജിക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ യൂണിറ്റിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ച ഓരോ അംഗങ്ങൾക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. സെൻട്രൽ കമ്മിറ്റി ട്രഷറർ ജിബിയെയും പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി പറയുന്നു. മറ്റ് യൂണിറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാ യൂണിറ്റ് അംഗങ്ങൾക്കും, കലാപരിപാടികളുടെ കോർഡിനേറ്ററായ ബെറ്റ്സി ജോജോയ്ക്കും ആൻസിസി ഫ്രാൻസിസിനും പ്രത്യേകം നന്ദി പറയുന്നു. ഇനി പ്രത്യേകമായി നന്ദി പറയാനുള്ളത് ദിവ്യബലി അർപ്പിക്കുവാനും വാർഷികാഘോഷങ്ങൾക്കുമായി വീടും സ്ഥലവും പരിസരവും വളരെ മനോഹരമായി ഒരുക്കിത്തന്ന റെജി കുര്യനും ഫാമിലിക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ലോഗോസ് ക്വിസിൽ നല്ല മാർക്ക് വാങ്ങി ആദരിക്കപ്പെട്ട എല്ലാവർക്കും, തുടർച്ചയായി 1ാം സമ്മാനം കരസ്ഥമാക്കുന്ന ടെസി ചേച്ചിക്കും യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മൾക്കായി വളരെ നല്ല രീതിയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ച കൃഷ്ണ വോയ്സിനും സ്റ്റേജ് ആൻഡ് പന്തൽ ഒരുക്കിത്തന്ന ദേവി ഡെക്കറേഷനും സ്വാദിഷ്ടമായ ഭക്ഷണം പാകം ചെയ്ത് നമുക്കെല്ലാവർക്കും സ്വാദിഷ്ടമായ ഭക്ഷണം പാകം ചെയ്തു തന്ന എല്ലാവർക്കും പ്രത്യേകം ഹോളി ഫാമിലി യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ആരെയെങ്കിലും ഈ അവസരത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി ഉൾപ്പെടുത്തുന്നു. ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീമതി ജാൻസി. നമ്മുടെ ഔദ്യോഗിക മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്.